automation system. What is automation? Automation refers to the state of being automatically operated equipments or machines, and is a step beyond mechanization where it requires physical labor to perform the functions manually. ദാറ്റ് ഈസ് നമുക്കറിയാം ഒരു സിസ്റ്റം ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻസിനെ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അതായത് മാനുവലി ചെയ്യുന്നതിന് പകരം മെഷീൻസിനെ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിനാണ് എന്ത് പറയുന്നത്, ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ മാനുവലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പകരം എന്താണ്, എല്ലാം ഓട്ടോമാറ്റ് ചെയ്യുകയാണ്. മെഷീൻസിനെ കൺട്രോളേഴ്സൊക്കെ വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാണ്. ആ ഒരു ഇതിനാണ് ആ ഒരു സ്റ്റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹോം ഓട്ടോമേഷൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി, ആ റൂമിൻ്റെ ഉള്ളിൽ കയറി ലൈറ്റ്സൊക്കെ ഓഫാണ്. സോ ലൈറ്റ്സ് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാനുവലി സ്വിച്ച് ഓൺ ആക്കണം. അതിന് പകരം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ റൂമിനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, ഫസ്റ്റ് നമ്മളൊരു സെൻസേഴ്സ് വെക്കും. സെൻസർ വെച്ച് കഴിഞ്ഞാൽ ആ സെൻസർ ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു പേഴ്സൺ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ സെൻസർ എന്ത് ചെയ്യും, അത് ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ആ ഇൻഫർമേഷൻസ് എവിടത്തേക്ക് പാസ് ചെയ്യും, കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്ത് കൺട്രോൾ സിസ്റ്റം എന്ത് ചെയ്യും, കൺട്രോളർ എന്ത് ചെയ്യും, ആ ലൈറ്റ്സിനെ ടേൺ ഓൺ ചെയ്യിക്കും. സിമിലർലി ഇപ്പം ആ പേഴ്സൺ ആ റൂമൊന്ന് ലീവ് ചെയ്യാണ്. ലീവ് ചെയ്യുന്ന സമയത്തും സെൻസർ അത് ഡിറ്റക്റ്റ് ചെയ്യും. ഇപ്പോൾ ആ റൂമിൽ ആരും ഇല്ല എന്ന് മനസ്സിലാക്കും. സോ ആ ഇൻഫർമേഷൻ കൺട്രോളറിൽ പാസ് ചെയ്തിട്ട് കൺട്രോളർ എന്ത് ചെയ്യും, ലൈറ്റ്സ് ടേൺ ഓഫ് ആക്കും. സോ ഈ ഒരു പ്രോസസ്സ് അതാണ് എന്ത്, ഇപ്പം ലൈറ്റ്സിൻ്റെ കേസിൽ ആ ലൈറ്റ് സിസ്റ്റം എന്ത് ചെയ്തു, ഓട്ടോമേറ്റ് ചെയ്തു. അപ്പം ഇതേപോലെ ഇൻഡസ്ട്രീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമേറ്റ് ചെയ്യാം. അത് മാനുവലി ചെയ്യാതെ മെഷീൻസിനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. ഓട്ടോമേഷൻ സിസ്റ്റം ഓപ്പറേഷൻ ഈസ് ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് സെൻസറി സിസ്റ്റം, ഫീഡ്ബാക്ക് കൺട്രോൾ ലൂപ്സ് ആൻഡ് ഓട്ടോമാറ്റിക് ആക്ച്വേറ്റിംഗ് ഡിവൈസസ്. അപ്പം ഓട്ടോമാറ്റിക് സിസ്റ്റം ഓപ്പറേഷൻ എന്തൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസറി സിസ്റ്റം. ഇപ്പോൾ ഒരു ഹോം ഓട്ടോമേഷൻ റൂം ഓട്ടോമേഷൻ്റെ കേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സെൻസറി സിസ്റ്റം ഉണ്ട്, കൺട്രോളേഴ്സ് ഉണ്ട്, ആക്ച്വേറ്റിംഗ് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഓപ്പറേഷനാണ് എന്ത്, ഓട്ടോമേഷൻ സിസ്റ്റം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഓട്ടോമേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ്സ് എന്നാണ്. അതായത് ഗ്രീക്ക് വേർഡ്സ് ആയ ഓട്ടോ ആൻഡ് മാറ്റോസ്. ഓട്ടോ മീൻസ് സെൽഫ് ആൻഡ് മാറ്റോ മീൻസ് മൂവിങ്. ഈ സെൽഫ് മൂവിങ് എന്നുള്ള അർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡ്സ് ആയ ഓട്ടോ മാറ്റോസ് എന്നാണ് ഓട്ടോമേഷൻ എന്നുള്ള വാക്ക് ഡിറൈവ് ചെയ്ത്. ദാറ്റ് ഈസ് മൂവ് ബൈ ഇറ്റ് സെൽഫ്. അപ്പം ഓട്ടോമേറ്റ് ചെയ്യാവുന്നതുകൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് മാൻ പവർ കുറക്കാം. നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഹ്യൂമൻ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ഉണ്ടാകും. ആ മിസ്റ്റേക്സൊക്കെ അവോയ്ഡ് ചെയ്യുക. കുറച്ചും കൂടി ആക്യുറേറ്റും പ്രിസൈസും ആയിട്ടുള്ള നമുക്ക് പ്രൊഡക്ട്സ് കിട്ടും. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അതൊക്കെ എന്താണ്, ഓട്ടോമേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ്. അതേപോലെ അത് നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോമേഷനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വി വിൽ ഗോ ടു റോൾ ഓഫ് ഓട്ടോമേഷൻ ഇൻഡസ്ട്രി. അപ്പം ഫസ്റ്റ് പോയിന്റ്, റിഡക്ഷൻ ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്. ദാറ്റ് ഈസ് നമ്മളൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 10 രൂപക്കാണ് ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ടോയ് കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ടോയ് കാറിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു 100 റുപ്പീസാണ് വേണ്ടതെങ്കിൽ, അതിന് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ, മാനുവലി ചെയ്യുകയാണെങ്കിൽ 100 റുപ്പീസാണ്. ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ആ കോസ്റ്റ് കുറക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ സ്ക്രാപ്സൊക്കെ മെറ്റീരിയൽ വേസ്റ്റ് കുറയും. അത് കുറച്ചും കൂടി ആക്യുറേറ്റും പ്രിസൈസും ആയിട്ടാണ് മാനുഫാക്ചറിങ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ സ്ക്രാപ്സ് ഉണ്ടാവുന്നതൊക്കെ കുറയും. അതേപോലെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്ട്സിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ സെല് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ എന്താ, ആ മെറ്റീരിയൽ കംപ്ലീറ്റ് വേസ്റ്റായി. പക്ഷേ എങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നോൺ ക്വാളിറ്റി പ്രൊഡക്റ്റ് കുറയും, അതേപോലെ സ്ക്രാപ്പ് കുറയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. ദാറ്റ് ഈസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മാസ് മാനുഫാക്ചർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഈസ് അഫക്റ്റഡ് ബൈ മെറ്റീരിയൽ എനർജി. അപ്പോൾ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏതുണ്ടാവുന്നത്, കോസ്റ്റ് കൂടുന്നത്. അതായത് കൂടുതൽ മെറ്റീരിയൽ നമ്മൾ ആ ഒരു
പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ മെറ്റീരിയൽ യൂസ് ചെയ്തതെന്താണ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോസ്റ്റ് കൂടും. അതിന് പകരം എന്താണ് നല്ല ഹൈ ക്വാളിറ്റിയിൽ ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ വേസ്റ്റ് ആവുന്നത് കുറയുകയാണെങ്കിൽ എന്താണ് ചെറിയ കോസ്റ്റിൽ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിന് മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് automation reduces the scrap and non-quality products, thereby reducing the material cost. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ വോളിയം. അതായത് പ്രൊഡക്ഷനെ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ദാറ്റ് ഈസ് ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ വോളിയം മെയിനായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്. പ്രൊഡക്ഷൻ വോളിയം ഈസ് അഫക്റ്റഡ് ബൈ പ്രൊഡക്ഷൻ ടൈം, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടൈം, ഐഡിയൽ ടൈം ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ടൈം. സോ ഈ ഒരു പ്രൊഡക്ഷൻ ടൈം, അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ടൈം, അതേപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടൈം, ഐഡിയൽ ടൈം, ക്വാളിറ്റി അഷ്വറൻസ് ടൈം, ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആ ടൈം മാനുവലി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അതേപോലെ ഐഡിയലായിട്ട് ടൈം, അതായത് വർക്കൊന്നും ചെയ്യാതിരിക്കുന്ന ആ ടൈം ഉണ്ടെങ്കിൽ അത് എന്താണ് ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അങ്ങനൊരു ടൈം നമുക്ക് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ക്വാളിറ്റി അഷ്വറൻസ് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടി സ്പീഡായിട്ട് കാര്യങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യാൻ പറ്റും, അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. മാനുവലി ചെയ്യുന്നതിനെക്കാട്ടും ചെറിയ ടൈമിലുള്ള ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രൊഡക്ഷൻ ടൈമും ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് പ്രൊഡക്ഷൻ കൂടുതൽ ചെറിയ ടൈമിലുള്ള ഒരു ഗിവൺ പീരീഡിനുള്ളിൽ തന്നെ എന്താണ് കൂടുതൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോ എന്താണ് നമുക്ക് അതുവഴി നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതായത് പ്രൊഡക്ഷൻ ടൈം കൂടുതലായിരിക്കും നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ കൂടുതലല്ല, കുറവ്, ചെറിയ ടൈമിനുള്ളിൽ തന്നെ എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അതേപോലെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടൈം കുറവും. ഇപ്പം ഇപ്പം ഇൻ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ CNC മെഷീൻസ് ഒക്കെ ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കാർ മെഷീൻസിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. അപ്പം ആ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഡിസൈനിൽ ചേഞ്ചസ് വന്നു, ആ മാനുഫാക്ചർ ചെയ്യുന്ന പാർട്ടിൻ്റെ ഡിസൈനിൽ ചേഞ്ചസ് വന്നു. അപ്പോൾ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഞാൻ മാനുവലി ചെയ്യുകയാണെങ്കിൽ അത് ആ ചേഞ്ചസ് മെഷീൻ ടൂൾസിൽ മാറ്റം വരുത്തി അങ്ങനെ പല കാര്യങ്ങളിലും എന്താണ് സ്പീഡ് അഡ്ജസ്റ്റ് എല്ലാം മാനുവലിയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഞാനൊരു CNC മെഷീനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കെന്താ പ്രോഗ്രാംസിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി. CNC മെഷീൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ ആ CNC മെഷീനിൽ പ്രോഗ്രാംസിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഡിസൈനിലുള്ള മോഡിഫിക്കേഷൻസും അതേപോലെ അതൊക്കെ നമുക്ക് ഏതിൽ ചെയ്യാം, ആ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ മോഡിഫിക്കേഷൻസൊക്കെ വരുത്താൻ പറ്റും. അപ്പോൾ അത്രയും ടൈം കുറഞ്ഞു, മാനുവലി ചെയ്യുന്നതിനെക്കാട്ടിയും എന്താണ് അത്രയും ടൈം കുറഞ്ഞു. ഇപ്പം ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ CNC മെഷീൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സിമിലർലി ക്വാളിറ്റി അഷ്വറൻസ് ടൈം can cut down the quality assurance. Automation can cut down the quality assurance time. So next, increasing price per unit. അതായത് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള നമുക്കൊരു എന്താ പറയുക നമുക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളെ പ്രൊഡക്റ്റ് എന്താണ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, ഹൈ ഡിമാൻഡിൽ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക അത്രയും ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള നമുക്കൊരു കോസ്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഓട്ടോമേഷനിലൂടെ. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോമേഷൻ. അഡ്വാൻറ്റേജസ് നമുക്കറിയാം, ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി കൂട്ടും. അതേപോലെ തന്നെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ ഇൻക്രീസ്ഡ് കൺസിസ്റ്റൻസി ഓഫ് ഔട്ട്പുട്ടിൻ്റെ കൺസിസ്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യും.
നെക്സ്റ്റ് റിഡ്യൂസ് ഡയറക്റ്റ് ഹ്യൂമൻ ലേബർ കോസ്റ്റ് ആൻഡ് എക്സ്പെൻസസ്. അതായത് ഇപ്പം മാനുവലി വർക്കേഴ്സ് മാൻ പവർ യൂസ് ചെയ്യുന്നില്ല, അതിനു പകരം മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. മെഷീൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാൻ പവറിൻ്റെ കോസ്റ്റും അതേപോലെ എക്സ്പെൻസസൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ ക്യാൻ കംപ്ലീറ്റ് ടാസ്ക് വെയർ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ഈസ് റിക്വയർഡ്. അതായത് ഹൈ ഡിഗ്രി ഓട്ടോമേറ്റഡ് മെഷീൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, അത്രയും ആക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ കറക്റ്റ് ആ ഒരു ആക്യുറസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. റീപ്ലേസസ് ഹ്യൂമൻ ഓപ്പറേറ്റർ ഇൻ ടാസ്ക് ദാറ്റ് ഇൻവോൾവ് ഹാർഡ് ഫിസിക്കൽ ആൻഡ് മോണോട്ടോണസ് വർക്ക്. അത് ഹാർഡ് വർക്ക്, ഇപ്പം ഇൻ കേസ് ഒരു ഹെവി ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എന്താണ്, ഹ്യൂമൻസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് ഹ്യൂമൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്. അതിന് പകരം മെഷീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, മീൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. റെഡ്യൂസസ് സം ഒക്യുപ്പേഷണൽ ഇഞ്ചുറീസ്. അതായത് ഇപ്പം ഇത് കേസിലാണ് ഹെവി ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാക്ക് പെയിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും, ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കാം, ഈ ഓട്ടോമേഷൻ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ എന്താ ചെയ്യുക, മെഷീൻസ് തന്നെ ചെയ്തോളും. അപ്പോൾ മെഷീൻസ് തന്നെ അതിനെ ലിഫ്റ്റ് ചെയ്യുക, അതിനെ മൂവ് ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഹ്യൂമൻസിൻ്റെ അങ്ങനെ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതായത് ഇഞ്ചുറീസ് അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ റീപ്ലേസ് ഹ്യൂമൻ ഇൻ ടാസ്ക് ഡൺ ഇൻ ഡേഞ്ചറസ് എൻവയോൺമെൻറ്റ്. അതായത് ഇപ്പം ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഇപ്പം ഫയർ ഏരിയ അല്ലെങ്കിൽ എന്താ പറയുക വോൾക്കാനോസിന് അടുത്തുള്ളത്, ന്യൂക്ലിയർ ഫെസിലിറ്റീസിനടുത്തൊക്കെയുള്ള ആ ഒരു ഏരിയയിൽ നമ്മൾ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, ഹ്യൂമൻസിന് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. കാരണം അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലുള്ള എൻവയോൺമെൻറ്റാണ്. അതിന് പകരം നമ്മൾ മെഷീൻസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കുറച്ചും കൂടി സേഫാണ്. പെർഫോം ടാസ്ക് that are beyond human capability of size, weight, speed, endurance, etc. That is ഇപ്പം നമ്മൾ ഇപ്പം എന്താണ്, ഇപ്പോൾ ഹെവി ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന കേസിലാണെങ്കിലും നല്ല വെയിറ്റുള്ള ഒബ്ജക്റ്റിൻ്റെ കേസിലും അതേപോലെ വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യണം, ഒരു ഒബ്ജക്റ്റിനെ വളരെ മൂവായിട്ട് നെക്സ്റ്റ് മിഷനിലേക്ക് മൂവ് ചെയ്യണം. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെഷീൻസ് വെച്ചിട്ട് കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മാനുവലി ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ആക്യുറേറ്റും സ്പീഡുമായിട്ട് ഏതിൽ ചെയ്യാൻ പറ്റും, മെഷീൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. റെഡ്യൂസസ് ഓപ്പറേഷൻ ടൈം, റെഡ്യൂസ് ചെയ്യാം ആൻഡ് വർക്കിംഗ് ഹാൻഡ്ലിംഗ് ടൈം സിഗ്നിഫിക്കൻ്റ്ലി. when free up workers to take on other roles. That is, അതായത് ഇപ്പം നമ്മൾ മെഷീൻസ് പകുതി വർക്കും മെഷീൻസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്റേഴ്സിന് എന്താണ് ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ പറ്റും. So these are the advantages. Next, types of automation system. So mainly 4 types. That is, first one is fixed automation, second programmable automation, and third flexible automation, finally integrated automation. Fixed automation, it is used in high volume production with dedicated equipment which has a fixed set of operation and designed to be efficient for this set. അതായത് നമ്മളിപ്പം ഹൈ വോളിയം പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അതായത് വളരെ കൂടുതൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കേസിലൊക്കെ നമുക്ക് ഏത് ഓട്ടോമേഷൻ യൂസ് ചെയ്യാം, ആ ഇൻഡസ്ട്രീസിലൊക്കെ ഫിക്സഡ് ഓട്ടോമേഷൻ യൂസ് ചെയ്യാം. അതേപോലെ കുറേ കാലങ്ങളായിട്ട് ഒരു 2-3 കൊല്ലത്തോളം ഒരേ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ആ കേസിലൊക്കെ നമുക്ക് ഫിക്സഡ് ഓട്ടോമേഷൻ യൂസ് ചെയ്യാം. കാരണം വേറെ ചേഞ്ചസ് ഒന്നുമില്ല, ഡിസൈനിലോ അങ്ങനെയുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. സെയിം ഡിസൈന് അല്ലെങ്കിൽ ഇപ്പം എന്താണ് 1000 പ്രൊഡക്ട്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ട സെയിം സാധനത്തിൻ്റെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഫിക്സഡ് ഓട്ടോമേഷൻസ് യൂസ് ചെയ്യാം. അതേപോലെ എന്താണ് കുറേ കൊല്ലത്തേക്ക്, ദാറ്റ് ഈസ് ലൈക്ക് 2 to 5 years ടൈം പീരീഡിൽ. സോ ആ കേസിലൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഫിക്സഡ് ഓട്ടോമേഷൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് പ്രോഗ്രാമബിൾ ഓട്ടോമേഷൻ. അതായത് ഇറ്റ് ഈസ് used for changeable sequence of operation and configuration of the machine using electronic controls. അതായത് ഇപ്പം ഒരു ഓപ്പറേഷൻസ് ഇങ്ങനെ സീക്വൻസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇൻ കേസ് അവിടെ ചേഞ്ചസ് ഉള്ള സീക്വൻസ് ആണ്. ഇപ്പം
ഒരു പ്രോസസ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സീക്വൻസിലൊരു ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ഓഫ് സീക്വൻസസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഏത് ഓട്ടോമേഷൻ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ ഓട്ടോമേഷൻ യൂസ് ചെയ്യാം. അപ്പം പ്രോഗ്രാമബിൾ ഓട്ടോമേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ ഒരു സീക്വൻസിൽ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടായി, അത് ഒരു സീക്വൻസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാമിൽ ആ ചേഞ്ചസ് വരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഓപ്പറേഷനിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ആ കേസസിലൊക്കെ അങ്ങനെ ചേഞ്ചസ് വരുത്തേണ്ട സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ചേഞ്ചസ് വരുന്ന കേസസിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? പ്രോഗ്രാമബിൾ ഓട്ടോമേഷൻസ് യൂസ് ചെയ്യാം. However, significant programming effort may be needed to reprogram the machine and sequence of operation. അതായത് മെഷീൻസ് ചെയ്യണം, നല്ല രീതിയിൽ പ്രോഗ്രാമിംഗ് ചെയ്യണം. അതായത് നമ്മൾ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ചേഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം പ്രോഗ്രാമബിൾ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത്. ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻ. It is used in flexible manufacturing system which is invariably computer controlled. ആ ഫ്ലെക്സിബിൾ മാനുഫാക്ചറിങ് സിസ്റ്റം, അതായത് ഡിസൈൻസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന ഓട്ടോമേഷൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ഇപ്പം പെട്ടെന്ന് തന്നെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഡിസൈനിലൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഏത് ഓട്ടോമേഷനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ഓട്ടോമേഷനാണ്. ഇപ്പോൾ ഡിസൈൻ ചേഞ്ചസ് ഉണ്ടാകുന്ന അത് പൂർണ്ണമായിട്ട് കമ്പ്യൂട്ടറിൽ കൺട്രോൾഡ് ആണ്. സോ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഡിസൈനിലും കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാംസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ ചേഞ്ചസ് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ ചില മെഷീൻസ് ലോഡ് ചെയ്യുക, അൺലോഡ് ചെയ്യുക, മെഷീൻ ടൂൾസ് ഉണ്ടാവും, നമ്മൾ അതിനെ മാറ്റിയിട്ട് പകരം വേറെ മെഷീൻ ടൂൾ പ്ലേസ് ചെയ്യേണ്ടി വരും. ആ കേസസിലൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യാം? ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. Next, integrated automations. It denotes a complete automation of a manufacturing plant with all process functioning under computer control and under coordination through digital information processing. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, അതായത് എല്ലാ ഫുൾ മാനുഫാക്ചറിങ് പ്ലാന്റും ഏതിൻ്റെ അണ്ടർ? ഒരു കമ്പ്യൂട്ടർ കൺട്രോളിൽ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട്, അതായത് സൂപ്പർവൈസറി കൺട്രോളിൽ അത് വർക്ക് ചെയ്യുന്ന ആ ഒരു ഫോം ഓഫ് ഓട്ടോമേഷനാണ് ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ. അത് പിന്നെ അതെല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അത് ഫൈനലി ഒരു സൂപ്പർവൈസറി കൺട്രോളിൽ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഓട്ടോമേഷൻ, അങ്ങനെ ആ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ. അതായത് എല്ലാ പ്രോസസ്സ്, ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിലെ എല്ലാ പാർട്ടിലും എല്ലാ സെക്ഷൻസിലും എന്താ നടക്കുന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു കൺട്രോളിങ്, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, മീൻസ് കൺട്രോളിങ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ അപ്പം എന്ത് യൂസ് ചെയ്യും? ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ. കാരണം എല്ലാ പാർട്ടും നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യും. അതേപോലെ എല്ലാത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫോം ഓഫ് ഓട്ടോമേഷനാണ് ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ. അതായത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ എല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ, ഒരു സൂപ്പർവൈസറി ലെവലിലെ കൺട്രോളും അതേപോലെ തന്നെ അതിന് കോർഡിനേറ്റും ചെയ്യാൻ വേണ്ട അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആർക്കിടെക്ചർ ഓഫ് ഓട്ടോമേഷൻ സിസ്റ്റം. അപ്പം ഇത് ആക്ച്വലി ഒരു പിരമിഡിലാണ്, ഇത് ഓട്ടോമേഷൻ പിരമിഡ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്? ഫസ്റ്റ് ലെവൽ 0 എന്ന് പറയുന്നത് സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സുമാണ്. ദെൻ ഓട്ടോമാറ്റിക് കൺട്രോളാണ്, ദെൻ സൂപ്പർവൈസറി കൺട്രോൾ, ദെൻ പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ, ആൻഡ് ഫൈനലി എൻ്റർപ്രൈസസ് ലെവൽ. അപ്പോൾ ഇതാണ് എന്താണ് 4 ലെവൽസ്, 0, 1, 2, 3, 4 അങ്ങനെയുള്ള 4 ലെവൽസ് വരുന്നത്. അപ്പം ഈ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെൻസേഴ്സ് ആക്ച്വേറ്റേഴ്സ് ആണ്. അതായത് ഏതുമായിട്ട് പ്രൊസസ്സറുമായിട്ട് കണക്ട് ചെയ്യുന്ന അവിടെയുള്ള സിഗ്നൽസിനെ സെൻസ് ചെയ്ത് അതേപോലെ ദെൻ അത് എവിടത്തേക്ക് പാസ് ചെയ്യുന്നു വെച്ചാൽ കൺട്രോളറിലേക്ക് പാസ് ചെയ്യും. ദെൻ കൺട്രോളറിന് അതെന്ത് ചെയ്യും? അത് തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ പാസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് ആ സിഗ്നൽ പാസ് ചെയ്യും. സോ സെൻസേഴ്സ്, ഇപ്പം പ്രോക്സിമിറ്റി സെൻസേഴ്സ്, ആ ഒരു സെക്ഷൻ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെ വരുന്നത് ഏത് ലെവലിലാണ്? ലെവൽ 0 ലെവൽ എന്ന് പറയും. ദാറ്റ് ഈസ് 0 ലെയർ.
This layer is closest to the process and machines used to translate signals, so the signals can be derived from process for analysis and decision, hence control signals can be applied to the process. അത് സെൻസേഴ്സ് ഡിറ്റക്ട് ചെയ്തിട്ട് സിഗ്നൽസ് പ്രോസസ്സിൽ നിന്നുള്ള സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് കൺട്രോളേഴ്സിലേക്ക് പാസ് ചെയ്യും. ദെൻ അവിടെ നിന്ന് അത് അനലൈസ് ചെയ്തിട്ട് ആ സിഗ്നൽ ഏത് വഴി ഈ സെൻസേഴ്സ് വഴി ഏതിലേക്ക് പാസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സിലേക്ക് പാസ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ പാർട്ടാണ്, ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ. അതായത് കൺട്രോൾ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ PLC ഒക്കെ പ്ലേസ് ചെയ്യുന്ന പാർട്ട്. നമ്മളൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ PLC ഒക്കെ പ്ലേസ് ചെയ്യുന്ന പാർട്ടാണ് കൺട്രോളിങ് പാർട്ടിൽ വരുന്നത്. PLC PID കൺട്രോളേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന പാർട്ടാണ് കൺട്രോൾ. മറ്റേത് ഫീൽഡ് ഡിവൈസസ് ആണ്, ഈ സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഒക്കെ. അതാണ് ലെവൽ 0. ലെവൽ 1 എന്ന് പറയുന്നത് PLC പാർട്ട്. സൂപ്പർവൈസറി കൺട്രോൾ എന്ന് പറയുമ്പോൾ സ്കേഡ പാർട്ട്, സ്കേഡ ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. അതായത് നമ്മൾ മൊത്തത്തിൽ ആ മെഷീനിനെ മൊത്തം കൺട്രോൾ ചെയ്തിട്ട് അതിനെ മോണിറ്റർ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത്. ലെവൽ 2 എന്ന് പറയുന്നത് സൂപ്പർവൈസറി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളിൽ എന്താ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടാർഗറ്റ്, എത്രത്തോളം പ്രൊഡക്ഷൻ നമുക്ക് വേണം എന്നുള്ള അതിൻ്റെ ടാർഗറ്റ്, അതേപോലെ റിസോഴ്സ് അലോക്കേഷൻസ്, ടാസ്ക് അലോക്കേഷൻ ടു മിഷന് എത്ര പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതില്ലാന്ന് ഈ പ്രൊഡക്ഷൻ കൺട്രോൾ. അത് ഏകദേശം എന്ന് പറയുന്നത് ഹ്യൂമൻസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ലെവലാണ് ഏത് പ്രൊഡക്ഷൻ കൺട്രോളും ആൻഡ് ലെവൽ 4 എൻ്റർപ്രൈസസ് ലെവലും. അത് രണ്ടും എന്താണ് ഹ്യൂമൻ വർക്കേഴ്സ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ലെവലാണ്. സോ അവിടെ തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പ്രൊഡക്ഷൻ്റെ ടാർഗറ്റ് എത്രയാണെന്നും, അതേപോലെ റിസോഴ്സസ് എത്ര കൊടുക്കും, മെറ്റീരിയൽസൊക്കെ എത്ര പ്രൊവൈഡ് ചെയ്യുന്നതും, അതേപോലെ ഒരു മിഷൻ എന്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏത് ലെവലിലാണ്, പ്രൊഡക്ഷൻ കൺട്രോൾ ലെയറിലാണ്. ആൻഡ് ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എൻ്റർപ്രൈസസ് കൺട്രോൾ ലെയറാണ്. സോ എൻ്റർപ്രൈസസ് കൺട്രോൾ ലെയറിലാണ് അത് ആക്ച്വലി ടെക്നിക്കലല്ല, നോൺ ടെക്നിക്കൽ പാർട്ടാണ്. അത് മാർക്കറ്റിംഗ് ഒക്കെയായി റിലേറ്റഡ് ആണ്. അതായത് ഇപ്പം മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്ര വാല്യൂ ഉണ്ട്, അതിൻ്റെ ഡിമാൻഡ് എത്രയാണ്, എത്രത്തോളം സപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്യാഷ് ഫ്ലോ എത്രയാണ്, ആ ഡിമാൻഡ് അങ്ങനെയൊക്കെ അതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു മാനേജ്മെൻറ്റ് ലെവലിലുള്ള കാര്യങ്ങളാണ് ഏത് വരുന്നത്, എൻ്റർപ്രൈസ് കൺട്രോൾ ലെയർ. അപ്പം ഇതാണ് ഓട്ടോമേഷൻ പിരമിഡ് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ടുള്ളത് 0 to 4 എന്ന് പറയുന്ന 5 ലെയേഴ്സ് ഉണ്ട്. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫീൽഡ് ഡിവൈസസ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന സെൻസേഴ്സ് ആക്ച്വേറ്റേഴ്സ് ഒക്കെയുള്ള ലെയേഴ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെവൽ 1 എന്ന് പറയുന്നത് ഓട്ടോമേഷൻ കൺട്രോൾ ആണ്. അതിലാണ് PLC പോലത്തെ കൺട്രോളേഴ്സ് പ്ലേസ് ചെയ്യുന്നത് അവിടെയാണ്. നെക്സ്റ്റ് സൂപ്പർവൈസറി കൺട്രോൾ, അതായത് എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യുകയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സെക്ഷൻ, ദറ്റ് ഈസ് സ്കാഡ. മോണിറ്ററിങ്ങും വിഷ്വലൈസേഷനും ഒക്കെ സ്കാഡ ഒക്കെ പ്ലേസ് ചെയ്യുന്ന ലെവലാണ് സൂപ്പർവൈസറി ലെവൽ. ദെൻ ഫൈനലി പ്രൊഡക്ഷൻ ലെവൽ, പ്രൊഡക്ഷൻ കൺട്രോൾ ലെയർ. ആ പ്രൊഡക്ഷൻ കൺട്രോൾ ലെയറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻസ് ടാർഗറ്റ് എത്രയാണ്, നമ്മൾ പ്രൊഡക്ഷൻ്റെ എത്ര പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം, മെഷീൻസിന് എന്തൊക്കെയാണ് മെഷീൻസിന് എന്തൊക്കെയാണ് ടാസ്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ തീരുമാനിക്കുന്നത് പ്രൊഡക്ഷൻ കൺട്രോൾ ലെയർ. അതുപോലെ തന്നെ മെയിൻ്റനൻസും ഏതൊക്കെ ചെയ്യുന്നു, മെഷീൻസും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോൾ ലെയറാണ്. ഫൈനലി എൻ്റർപ്രൈസ് കൺട്രോൾ ലെയർ, അതിലാണ് ഈ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്, ദറ്റ് ഈസ് മാനേജ്മെൻറ്റ് ലെവലാണ്. മാർക്കറ്റിങ്, അതേപോലെ ക്യാഷ് ഫ്ലോ, നമ്മൾ പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റ്, അതിൻ്റെ അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ലാസ്റ്റ് ലെയർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.